ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് രാമായണം ഇന്ന് അല്പം നോക്കാം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ഉണ്ടാകണം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ലോക ജീവിതത്തിലും ആത്മീയമായും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ആദ്യമേ ശ്രീരാമ രാമ എന്നുള്ള ആ ഒരു സ്തുതിപ്പ് ചൊല്ലാം. കുറച്ച് ദിവസം ആയില്ലേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചത് കബന്ധഗതി, അതായത് രാക്ഷസനായ ശാപം കൊണ്ട് രാക്ഷസനായ കബന്ധനെ രണ്ട് കൈയും ഭഗവാനും ലക്ഷ്മണനും കൂടെ ഛേദിച്ച് യഥാർത്ഥ മോക്ഷം കിട്ടി, അദ്ദേഹത്തിന് യഥാർത്ഥ രൂപമായി. അതൊക്കെ നമ്മൾ വായിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാനത്ത് നല്ല സ്തുതിപ്പായിരുന്നു. മൂഢന്മാർ ഭഗവാന്റെ തത്വം അറിയുന്നില്ലല്ലോ. മൂടിപ്പോകയാൽ മഹാമായ മോഹ അന്ധകാരം. അന്ധകാരമാകുന്ന ഈ മായ മൂടിയെ നമുക്ക് വെളിവില്ലാതെ വരും, മൂഢന്മാരായിപ്പോകും. അതുകൊണ്ട് രാമഭദ്രായ പരമാത്മനെ അദ്ദേഹം നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചു. നല്ല ദിവ്യമായ ആ യഥാർത്ഥ അയാൾ രൂപം വന്നപ്പോൾ അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഭഗവാന് രാമചന്ദ്രായ ജഗൽ സാക്ഷിണി നമോ നമ. പാഹിമാം ജഗന്നാഥ പരമാനന്ദ രൂപ. പാഹി സൗമിത്രി സേവ്യ. പാഹിമാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിക്കരുത് എന്നൊക്കെയാണ് പ്രാർത്ഥിച്ചത്. നമുക്കും എല്ലാത്തിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടി ഭഗവാനെ ഈ ലോകമായിരിക്കുന്നത് ഇത് മായയല്ലേ, ഭഗവാന്റെ വിഷ്ണു മായയല്ലേ, ആഗ്രഹങ്ങൾ ഒന്നിലും വരുത്താതെ നോക്കിക്കൊള്ളണമേ നമ്മൾ പറയണം. ഭഗവാന്റെ ആഗ്രഹിച്ചാൽ നമുക്കെല്ലാം വരുന്നത് പോലെ എല്ലാം ഈശ്വരൻ തരുന്നതെല്ലാം അനുഭവിക്കാം. പക്ഷെ നമുക്ക് ആഗ്രഹം നമുക്കായിട്ട് വേണ്ട, എല്ലാം ഈശ്വരൻ തന്നോളുമല്ലോ. നമുക്ക് അതിലോട്ടൊരു ശ്രദ്ധ വേണം. നമുക്ക് എവിടെ ശ്രദ്ധിക്കണം? ഭഗവാനെ വേണമെന്നുള്ള ആഗ്രഹം മതി. അതും ഇതും കൂടെ ആഗ്രഹിച്ചുകൂടാ, ഏതെങ്കിലും ഒരെണ്ണേ ആഗ്രഹിച്ചാൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ലോക ചിന്തയിൽ ആഗ്രഹം വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് പരമാത്മാവിനായിട്ടുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിക്കുമ്പോൾ ഭഗവാനെ നമുക്ക് പ്രാപിപ്പാൻ പറ്റും. ആ തത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അതാണ് അവർ ചെയ്തത്. ഈ ഇദ്ദേഹത്തിൻ്റെ ആ രാക്ഷസ രൂപമെല്ലാം മാറിയപ്പോൾ യഥാർത്ഥമായ അയാൾക്കുള്ള ദേഹം, ആ ദിവ്യമായ ഇത് വന്നപ്പോൾ എന്ത് വന്നു? യഥാർത്ഥിച്ച് ഭക്തിയാ സ്തുതിച്ച് ഗന്ധർവൻ. അദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു. ഒരു ശാപം കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. കാരണം നല്ല സമയത്ത് യൗവനകാലത്ത് ഒരു
എന്തോ ഒരു മഹർഷിയെ ഇതിന് അപഹാസ്യം കളിയാക്കുമെന്നല്ല അത് ചെയ്തപ്പോൾ അദ്ദേഹം ശപിച്ചതാ. അതുപോലെ നല്ല ദേവനാരിമാർക്കൊന്നും ഇദ്ദേഹത്തിനെ ഭയന്നിട്ട് അങ്ങനെ ചിലരങ്ങനെ നല്ല തിളച്ച സ്തഭയെന്ന് പറഞ്ഞാൽ രക്തത്തിളപ്പെന്ന് പറയത്തില്ലേ, ഇദ്ദേഹം അങ്ങനെ ആയപ്പം കിട്ടിയ ശാപമാണ്. അതുകൊണ്ട് ഇപ്പം ഭഗവാനെ നന്നായി അത് മോക്ഷവും കൊടുത്തു. ഇങ്ങനെ പരമാത്മാവായ ശ്രീരാമൻ അവതരിച്ച് വരുമ്പോൾ 2 കൈയും ഛേദിക്കുന്ന നാളിൽ ഇദ്ദേഹത്തിന് മോക്ഷം കിട്ടും, ഗന്ധർവനായി തന്നെ വരും. സന്തുഷ്ടനായ എൻ്റെ സ്തുത്യ നിശ്ചല ഭക്തിയാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലൊന്ന് ഭഗവാൻ അതിന് വരവും കൊടുത്ത്. ഇനി ഭഗവാന്റെ പദം പ്രാപിക്കൂ എന്ന് ഭഗവാൻ ശ്രീരാമൻ അദ്ദേഹത്തിന് വരവും കൊടുത്ത്. സ്ഥാനമേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കാൻ മൽപ്രസാദത്താലോടെ നമ്മൾ അത് മനസ്സിലാക്കണം. ഭഗവാന്റെ പ്രസാദം എങ്ങനെ കിട്ടും? ഭഗവാനെ ഭക്തിയായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് കിട്ടുന്നത്. അല്ലാതെ ഒരു കർമ്മത്താലും നമുക്ക് ഈശ്വരൻ്റെ കൃപ വരത്തില്ല. ഭഗവാനെ പ്രത്യക്ഷമാകാനോ ദർശനം കാണാനോ വേണമെങ്കിൽ നമ്മൾ ഭക്തിയാണ് ഇതിനകത്ത് ആവശ്യം. അത് ഉടനീളം ഭാഗവതവും പറയുന്നതാണ്, ഈ രാമായണവും തന്നെ പറയുന്നത്. അതുകൊണ്ട് സ്ഥാനമേ സനാതനം യോഗീന്ദ്ര ഗമ്യം പരമാനന്ദം പ്രാപിക്കുക നീ പ്രസാദത്താലടോ, എൻ്റെ പ്രസാദത്താൽ നീ പരമപദം പ്രാപിക്കൂ, ഭഗവാനെ പോലെ ആയിത്തീരൂ. അത്രയുമല്ല, പുനരൊന്ന് അനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്തിയാ ജപിച്ചിരുന്ന ജനങ്ങൾക്കും ഇതുപോലെ സംഭവിക്കും. ഇതാണ് ഭഗവാൻ കൊടുത്ത വരം. അപ്പോഴെന്ത് വന്നു അവസാനം? ഇദ്ദേഹം ദിവ്യശ്രേഷ്ഠനായപ്പോൾ അദ്ദേഹം ഭഗവാന്റെ സീതയെ കണ്ടുപിടിക്കുന്ന കാര്യം ഈ ദിവ്യമാകുന്ന ഗന്ധർവനായിട്ട് മാറുമ്പോൾ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ രാക്ഷസരൂപം മാറുമ്പോൾ ഇദ്ദേഹം ആ ശരീരത്തെ അഗ്നിയിൽ കൊളുത്തി ആ ശരീരം നശിക്കുമ്പോൾ ഇദ്ദേഹം ദിവ്യമാകുന്ന രൂപം കിട്ടുമല്ലോ. അപ്പോൾ സീതാദേവി എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട കാര്യം ആ മാർഗം പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ പറയുന്നു. മുമ്പിലാമാറ് കാണാം മാതംഗാശ്രമം. അല്പം മുമ്പിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ആശ്രമമുണ്ട്, മാതംഗാശ്രമമുണ്ട്. അവിടെ വസിക്കുന്നു ആരാ? ശബരി, തപസ്സിനി, നല്ലൊരു തപസ്സിയാ. ആ ശബരി എന്ന് പറഞ്ഞ ആ സ്ത്രീ അവിടെ ഭഗവാൻ തന്നെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചു വിമുക്തയായി. ഭഗവാനെ ധ്യാനിക്കുന്ന മറ്റുള്ളതിൽ നിന്നെല്ലാം മുക്തി നേടി വിമുക്തയായി ഈ ലോക ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ മുക്തിയായിട്ട് തന്നെ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുക. കാരണം എന്താ? എപ്പോഴും ഭഗവാനെ ധ്യാനിച്ച് വിമുക്തയായി അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീസുത തന്നെ. ഈ ഭൂമിപുത്രിയായിരുന്ന സീതയെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കും നിങ്ങൾക്ക്. എന്നാൽ അപ്പം അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഇനി ശബരിയെ കണ്ടു ആ മതങ്കാശ്രമത്തിലേക്ക് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ കാണാം ശബരി തപസ്സിയായിട്ട് ശബരി അവിടെ ഉണ്ട്. സീതയെ അന്വേഷിക്കേണ്ട വിധങ്ങളും മാർഗങ്ങളെല്ലാം പറഞ്ഞു തരും എന്ന് ഈ ദിവ്യനായ ഈ ഗന്ധർവൻ പറഞ്ഞു. അതനുസരിച്ച് നമുക്കിനി അത് വായിക്കാം. ശബരിയെ അന്വേഷിച്ച് ആ മുമ്പിലോട്ട് പോകണം ആശ്രമത്തിലേക്ക്, അവരുടെ ആശ്രമത്തിൽ. നമുക്കത് വായിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് മക്കൾ ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിയെന്ന് പറയാം. കാരണം നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് മക്കളെ രുക്മിണി മകളെ എനിക്ക് സങ്കടമൊന്നും മറ്റൊന്നും ചിന്തിക്കുക ഈ ലോക സങ്കടമല്ല. എൻ്റെ ഭക്ത മക്കൾ ഇതൊക്കെ ഞാനിത് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ച് അത് യഥാർത്ഥ ജ്ഞാനം തത്വം മനസ്സിലാക്കണം. ഈ തത്വം നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ തത്വമസി എന്നുള്ള ആ ഭഗവാന്റെ തത്വം നമ്മൾ മനസ്സിലാക്കാനാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എത്ര നാളുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ധ്യാനത്തിലൊക്കെ ഇരിക്കാതെ എന്തൊക്കെ വായിച്ചങ്ങ് പോയാൽ പറ്റൂ? നിങ്ങൾ ഇതൊക്കെ ധ്യാനത്തിൽ കൂടി കൊണ്ട് ഇത് ഭഗവാനോട് പ്രേമമാകുന്ന ഭക്തി വർദ്ധിച്ചെങ്കിലേ അല്ലേ ഇതൊക്കെ. അത് എനിക്ക് നിങ്ങളെ കാണാനോ ഇത് എത്രമാത്രം അറിയാമെന്നും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടുള്ള സങ്കടം വന്നതാ. ഇതൊരു ഫലവത്താകണമെന്ന് ഒരാളെങ്കിലും ആ ഒരു ലയം ആ തത്വം ഒന്ന് മനസ്സിലാക്കി അതൊന്ന് അറിഞ്ഞിട്ട് എനിക്കൊരു കമൻസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതുവരെയും ഭക്തിയും എന്നൊക്കെ വരുന്നുള്ളൂ. ഇത് ധ്യാനത്തിൽ ഒരു മകൾ പറയും, രാധാ മകൾ പറയും, ഒരുപാട് ദർശനങ്ങളൊക്കെ കാണുന്നു അമ്മയെ, സന്തോഷം ആനന്ദമൊക്കെ ഉണ്ടെന്ന്. അതുപോലെ എല്ലാവരും പറയണം. ജഗദമ്മ എപ്പോഴും ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്നു. പക്ഷേ ധ്യാനമൊക്കെ വരണം. ധ്യാനിച്ചിരുന്നിട്ട് ഈ ഭഗവാനിൽ നമുക്ക് സ്നേഹവും ഭക്തിയും വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനെ പ്രത്യക്ഷമാവുകയോ അതല്ലെങ്കിൽ നമ്മൾ ദർശനത്തിൽ കൂടി അത് ധ്യാനത്തിൽ കൂടി അല്ലേ വരും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ ധ്യാനിക്കണ്ടേ, മറ്റ് ചിന്തകളെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരണം. അതുകൊണ്ടാണ് എല്ലാം വേണം മക്കളെ. അത് എപ്പോഴാണെന്ന് ഞാൻ നോക്കി ഇരിക്കുവാണ്.
ഞാനിതൊക്കെ പറഞ്ഞു തരാനല്ലേ പറ്റൂ. വീട്ടിൽ വന്ന് ഇതൊക്കെ ധ്യാനത്തിലേക്ക് നമ്മളെ മനസ്സിൻ്റെ ആർത്തി പോലല്ലേ വരും. അത് സംഭവിച്ചില്ലെന്ന് കരുതിയിട്ട് വിഷമിക്കണ്ട. നമുക്ക് സമയമായില്ലത് കണ്ടാൽ മതി. എനിക്ക് അങ്ങനെ ഒരു വിഷമം ഇല്ല. പിന്നെ അന്നേരങ്ങ് സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് സങ്കടം വന്നതേ ഉള്ളൂ. അതെനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും അല്ല. രുക്മിണിമോഹൻ പറഞ്ഞു അമ്മയെ വിഷമിക്കല്ലേന്ന്. നിങ്ങളൊക്കെ നിങ്ങൾ നന്നാവുക. ഇതെല്ലാം മനസ്സിലാക്കി അതായി തീരുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്. അതുകൊണ്ട് നമുക്ക് വായിക്കാം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം. ഇതെല്ലാം ഭഗവാന് പറഞ്ഞു കൊടുത്തു. മുന്നിലോട്ട് ചെല്ലുമ്പോൾ ആശ്രമം കാണും, അവിടെ തപസ്യയുണ്ട്, ശബരിയുണ്ട്, വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതിന് ശേഷം അങ്ങ് മറഞ്ഞു. ഈ ഗന്ധർവൻ അങ്ങ് മറഞ്ഞു, അപ്രത്യക്ഷമായി. സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി. ഭഗവാനും ലക്ഷ്മണനും കൂടെ പതുക്കെ പതുക്കെ നടന്ന് പോയി ചെന്ന് ചാരുത ചേർന്ന ശബരിയാശ്രമ അകമ്പുക്കാർ. ശോഭനകരമായ ചാരുത, അത്രമാത്രം സുന്ദരമായിരിക്കുന്ന ആ ആശ്രമത്തിലേക്ക് ചെന്ന്, ശബരിയുടെ ആശ്രമത്തിൽ ചെന്ന് സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്തിയാ സംവദിച്ചിതു പാദാംബോരുക യുഗ്മത്തിങ്കൽ. അവരെന്ത് ചെയ്തു? തപസീനി ശബരി ഭഗവാന്റെ 2 പാദങ്ങളിലും വീണ് നമസ്കരിച്ചു. സംഭ്രമമായി. കാരണം പെട്ടെന്ന് ഭഗവാനെ തന്നെ അതല്ലേ ഇതാണ് സംഭവം. അവർ എപ്പോഴും തപസ്, അവരുടെ ഗുരുക്കന്മാരൊക്കെ അവിടെ സ്ഥാനത്തേക്ക് പോയി. ഇവരെ ഇവിടെ ആക്കിയിട്ട് എപ്പോഴും ഇതുപോലെ ഭഗവാൻ ഇവിടെ വരും, അപ്പോൾ മുക്തയാവാം എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഗുരുക്കന്മാരൊക്കെ പോയി, നിങ്ങളിവിടെ ഈ ശബരി ഇവിടെ കഴിയൂ, ഭഗവാൻ ഇവിടെ വരും, അതെല്ലാം കൊടുത്തിട്ടാണ് പോയിരുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുവായിരുന്നു ഭഗവാൻ എപ്പോൾ വരുമെന്നും പറഞ്ഞ്. അപ്പോൾ എന്താണ്, അവർക്ക് ആ സമയം വന്ന് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടു. അവർ വിചാരിച്ചാണോ വനത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഭഗവാൻ ചെല്ലുമെന്നൊക്കെ. അപ്പോഴെന്താ, ആ ഗുരുക്കന്മാർ പറഞ്ഞിട്ട് അവർ മോക്ഷം പ്രാപിച്ച് പോയി. ഇവരവരുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ. ഇവർക്ക് സമയമായില്ല. അതുകൊണ്ട് അവിടെ കഴിയൂ, ഞങ്ങൾ പോട്ടെ, എപ്പോഴാ ഇതുപോലെ ഭഗവാനും ലക്ഷ്മണനൊക്കെ അവിടെ വരും, ഈ രാവണവധത്തിന് വേണ്ടി വരും, അപ്പോൾ മോക്ഷം കിട്ടും, അപ്പോൾ മുക്തയാവാം, മോക്ഷത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ശബരി അവിടെ ഇരിക്കുന്നത്. ഗുരുക്കന്മാരൊക്കെ ആ മോക്ഷം പ്രാപിച്ച് പോയി. അപ്പോൾ പെട്ടെന്ന് ഭഗവാനെ കണ്ടപ്പോൾ സംഭ്രമത്തോടെ, നമ്മളും എങ്ങനെയാണ്, സംഭ്രമമാണോ എന്താണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷെ പെട്ടെന്ന് അങ്ങ് മറയുകയും ചെയ്യും. അപ്പോൾ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്തിയാ സംവദിച്ചിതു പാദാംബോരുക യുഗ്മത്തിങ്കൽ. യുഗ്മൻ 2 പാദത്തിലും വീണ് നമസ്കരിച്ചു. പ്രത്യുദ്ധായ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ സംഭ്രമിച്ച്, അയ്യോ എന്തോ പ്രാർത്ഥിച്ചിരിക്കുകയും ചെയ്ത് പെട്ടെന്ന് വന്ന്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് എത്രത്തോളം ഇഷ്ടമുള്ള ഒരു വിരുന്ന് വന്നാൽ നമ്മൾ എത്ര അയ്യോ എന്തൊരു ആനന്ദം, അതെന്തോ ഇത് ഭഗവാനല്ലേ. അപ്പോൾ അതുപോലെയുള്ള അത് തന്നെയാണ് ഇത് വേറൊരു രീതി, ഇത് ഇത്ര കഠിനമായ സംഭ്രമം. സന്തോഷപൂർണ്ണ അശ്രു നേത്രങ്ങളോടും അവളും ആനന്ദം ഉൾക്കൊണ്ട് പാദ്യാർഘ്യാസനാദികളാലേ പൂജിച്ചു. തൽപാദ തീർത്ഥ അഭിഷേകവും ചെയ്തു. ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. ഭഗവാനെ സന്തോഷപൂർണ്ണ അശ്രു. ഇപ്പം മക്കൾക്ക് മനസ്സിലായോ എന്താണ് അശ്രു വന്നത്? രുക്മിണിമോഹൻ പറഞ്ഞില്ലേ, അമ്മ വിഷമിക്കല്ലേ എന്ന്. നമുക്ക് ഭഗവാനുള്ള ഭക്തി വർദ്ധിച്ചു വരും നമുക്ക്. അപ്പം ഞാൻ എത്രമാത്രം അശ്രുകൾ പൊഴിച്ച കണ്ടെങ്കിലോ, ഇവിടെ വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഇടുന്നുകൊണ്ട് എനിക്ക് അശ്രുക്കളൊന്നും ഇല്ല മക്കളെ. ഞാൻ ഒരുപാട് കണ്ണുനീര് പൊഴിച്ചതാ ഇതൊക്കെ ചൊല്ലുമ്പോഴൊക്കെ. വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ്. അപ്പം സന്തോഷം കൊണ്ട് അശ്രു പൂർണ്ണത, കണ്ണുനീരൊഴുകി നേത്രങ്ങളോടും അവൾ എന്ത് ചെയ്തു? ആനന്ദം ഉണ്ടായി ഈ ശബരിക്ക് ഭഗവാനെ കണ്ടപ്പോൾ. എന്നിട്ട് എന്ത് ചെയ്തു? പാദ്യാർഘ്യ ആസനാദികളാൽ പാദപൂജകളെല്ലാം ചെയ്തിട്ട് അവിടെ ഇരിപ്പിടമൊക്കെ കൊടുത്ത് പൂജിച്ചു. തൽപാദ തീർത്ഥ അഭിഷേകം, ഭഗവാന്റെ പാദം കഴുകിയ ആ ജലം അഭിഷേകം ചെയ്തിട്ട് ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകി. ഭഗവാൻ എന്താണ് കൊടുക്കേണ്ടുന്നത് അതൊക്കെ നൽകി. നമ്മൾക്ക് ഇതൊന്നും പ്രത്യേകിച്ച് കൊടുക്കണം മക്കളെ. ഈ ഗൽഗതവും കണ്ണുനീരും ഇപ്പം ഇവിടെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ആ മനമലര് അവരിതൊക്കെ കൊടുത്തത് അനുഭൂതി ഞാൻ അറിയുന്നു. അതാണ് ഭക്തി. നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ ചെയ്ത ഒരു പ്രതീതിയാണ് വരുന്നത്. അത് എപ്പോൾ ഉണ്ടാകുന്നത്? നമ്മളിത് കൊടുത്തതുപോലെയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഭഗവാനിവിടെ വന്നില്ല, പാദപൂജ ചെയ്തില്ല, പിന്നെ തൊൽപാദ തീർത്ഥാഭിഷേകം ചെയ്തില്ല. പക്ഷെ ഞാനിതെല്ലാം ശബരി ചെയ്തപോലെ അനുഭവിക്കുന്നു.
അവരെന്താണ് ഭഗവാൻ ഇരിപ്പിടം കൊടുത്ത് പാദപൂജ ചെയ്തു, അഭിഷേകം അത് അവർ അഭിഷേകം ആയിട്ടെടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് ആ ഭഗവാന് ഫലമൂലാകൾ കൊടുക്കുന്ന എന്താ? അതാ നമ്മുടെ മനസ്സാകുന്ന മലര കൊടുക്കണം. അതാണ് പ്രേമമാകുന്ന ഭക്തി. ഇത് വായിക്കുമ്പോൾ നമ്മൾ കൊടുത്തതുപോലെ ആകണം, നമ്മൾ അനുഭവിച്ചതുപോലെ ആകണം. അത് എനിക്ക് കിട്ടുന്നുണ്ടാണ് ഞാൻ ഈ കണ്ണുനീരൊക്കെ എനിക്ക് വരുന്നത്. അപ്പം മനസ്സിലാക്കണം ഭക്തി എങ്ങനെയാണെന്ന്. നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച നമ്മുടെ ഹൃദയത്തിലേക്ക് ഇഴിഞ്ഞിറങ്ങണം. നാം തന്നെയാണത് ചെയ്തതെന്നുള്ള ഉൾക്കാഴ്ച വരുമ്പോഴാണ് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ചെയ്യണോ. നമ്മുടെ ഹൃദയം അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ അത് അനുഭവിച്ചു കഴിഞ്ഞു. നമ്മളുടെ ഭഗവാന്റെ പാദത്തിൽ വീണ് വണങ്ങി സന്തോഷം കണ്ണുനീരൊഴുകി ആ ആനന്ദം ഉൾക്കൊണ്ട് പാദ്യാർഘ്യാദി ആസനങ്ങൾ ഭഗവാനെ പാദപൂജയെല്ലാം ചെയ്തിട്ട് ഭഗവാനെ നല്ല ആസനത്തിൽ ഇരുത്തി പാദ തീർത്ഥാഭിഷേകം, ഭഗവാന്റെ പാദം കഴുകിയ വെള്ളം നമ്മൾ തന്നെ അത് ശിരസിലും നമ്മൾ അത് പറഞ്ഞേ നമ്മൾ അത് നമ്മൾ ചെയ്തു. അത് നമ്മൾ അല്പം എടുത്ത് കുടിക്കുമല്ലോ, അഭിഷേകമല്ലേ, അഭിഷേക വെള്ളമല്ലേ. ഇതെല്ലാം ചെയ്തിട്ട് ഫലമൂലാദികളൊക്കെ കൊടുക്കുന്നു. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മളാണ് കൊടുത്തത്. നമ്മൾ കൊടുത്തത് ആ പ്രതീതിയാണ്, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത് 10 വട്ടം വായിക്കുമ്പോൾ നമ്മൾ 10 വട്ടം നമ്മൾ കൊടുത്തതുപോലെയാണ്. അതാണ്. അപ്പോഴങ്ങനെ നമ്മൾ ഇത് വായിക്കുന്നത് എന്തിനാ? ഇത് നമ്മൾ അനുഭവിക്കാനാണ്. ഈ അനുഭൂതി നമുക്ക് ഉണ്ടാവാനാണ്. ആ ശബരി ചെയ്തത് ഞാൻ ചെയ്തതുപോലെ ആകണം. അവരനുഭവിച്ച ആ സന്തോഷം ആനന്ദം നമ്മൾ അനുഭവിക്കണം. അപ്പോഴും നമ്മളും ചെയ്തതായി. പിന്നെ അങ്ങനെ ആയിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ ആരെങ്കിലും ഇതുവരെയെങ്കിലും ആ കണ്ണുനീര് അവരുടെ സന്തോഷാശ്രു നമുക്കുണ്ടായിട്ടുണ്ടോ? ഇത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വായിക്കണ്ട. ഞാനിത് കുറേ കണ്ണുനീര് പൊഴിച്ച പലപ്പോഴും വായിക്കുമ്പോഴല്ല. ഇപ്പം ഇത് 2 വർഷം കൂടെ വായിക്കുന്നതുകൊണ്ട് ഇത് പുതിയതായിട്ട് എടുക്കുമ്പോൾ അതെനിക്ക് അങ്ങനെ വരും. അത് നമ്മുടെ പ്രത്യേകിച്ച് വായിക്കുന്ന സമയത്ത് അത് നമ്മൾ തന്നെ ഇരുന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അത് ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോലും ഞാൻ ആ അനുഭവം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും. അവർ 2 പേരും, ലക്ഷ്മണനും ഭഗവാൻ ശ്രീരാമനും, ആ പൂജയെല്ലാം സന്തോഷമായിട്ട് ഉൾക്കൊണ്ട് അത് സ്വീകരിച്ച് 2 പേരും രാജീവ നേത്രന്മാരാം, അതായത് ഭഗവാൻ ശ്രീരാമനും ലക്ഷ്മണനും സന്തോഷമായിട്ട് സ്വീകരിച്ചു. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ. അങ്ങനെ ശബരി ഭക്തിയോട് എന്താ പറയുന്നത്? ധന്യയായി വന്നേൻ അഹം ഇന്ന് പുണ്യ അതിരേകാൽ. അപ്പം നമ്മൾ അങ്ങനെ ആയോ? ധന്യനായി വന്നു. നിങ്ങൾ പറയുന്നു അമ്മ വിഷമിക്കല്ലേ എന്ന്. നമ്മളിത് അനുഭവിക്കുമ്പോൾ അത് നമ്മളും ആ ഭഗവാന്റെ ആനന്ദം അത് നമ്മൾ അനുഭവിച്ചില്ല. ഇപ്പം എന്താ നമ്മളത് ആയിത്തീരണ്ടേ? അപ്പോൾ അത്രയും വന്നപ്പോൾ ശബരി ആനന്ദം കൊണ്ട് ധന്യയായി. പുണ്യാതിരേകം, അവർക്ക് പുണ്യത്തിൻ്റെ ആ ഒരു അതിരേകാലം അവർ അത്രമാത്രം ആനന്ദത്തിൽ കൊണ്ട് നിറയുന്നു. അന്ന് ഭക്തി കൊണ്ട് തൊഴുത് പറയുന്നു ധന്യയായി വന്നേനഹം, ഞാൻ ധന്യയായി. അവിടുത്തെ ആ എന്താ ഇത് പ്രത്യക്ഷമായപ്പോൾ അവർ ധന്യമായി പുണ്യവതിയായി. അവർക്കിനി മോക്ഷം ശരീരം വെടിഞ്ഞാൽ മതി, സർവ്വതും അവർക്ക് ലഭിച്ചു. നമ്മളങ്ങനെ ആകാത്തതുള്ള കാലം എന്ത് പറയണം? നമ്മൾ വായിക്കുമ്പോൾ ഇത് അങ്ങനെ ആകണ്ടേ? അങ്ങനെ ആ അനുഭൂതി നമുക്കുണ്ടാവും. നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ? ഇത് ശബരി എന്നോ ചെയ്ത കാര്യം നമ്മളെന്തിനു വായിക്കണം? അവർക്കുള്ള കാര്യമാണെങ്കിൽ അവരങ്ങ് ചെയ്തു പോയി, അവർ കിട്ടാനുള്ള കിട്ടുകയും ചെയ്തു. ഇത് നമ്മളെന്തിനാ വായിക്കുന്നത്? ആ അനുഭവം നമുക്കുണ്ടാകാനാ. നമ്മളൊരു ശബരിയാ, നമ്മളും ഒരു ശബരിയാ മക്കളെ. നമ്മളും ആ ഭഗവാന്റെ പാദതീർത്ഥം നമ്മൾ ശിരസിലും വഹിച്ചു. ഭഗവാന് ഫലമൂലാദികളൊക്കെ കൊടുത്തു. അത് അവർ ചെയ്തെങ്കിൽ നമ്മൾക്കൊന്നും പുറമേ വേണ്ട. നമ്മൾ അകമലരായിട്ട് ഇതിലങ്ങ് ചെയ്താൽ മതി. നമ്മൾ അതെല്ലാം സങ്കല്പം കൊണ്ട് നമ്മളവിടെ അത് മാനസ പൂജ, നമ്മൾ മനസ്സുകൊണ്ട് അതെല്ലാം അർപ്പിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ പാദത്തിൽ നമ്മൾ നമസ്കരിച്ചു, ഭഗവാനെ ഇരുത്തി പൂജിച്ചു, ഫലമൂലാൽ കൊടുത്തു കഴിഞ്ഞു. ആ നിർവൃതി, ആ ഭഗവാൻ നമുക്ക് പ്രത്യക്ഷമായുള്ള ആ എല്ലാം കൊണ്ടും നമ്മൾ നിറഞ്ഞു. നമുക്ക് മോക്ഷത്തിലേക്ക് പിന്നെ വല്ലതും വേണോ? അതല്ലേ മോക്ഷം. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കാത്തടത്തോളം കാലം നമ്മൾ എന്തിനാ വായിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കുന്ന എന്തിനാ? നമ്മളങ്ങനെ ആകാനല്ലേ, നമുക്ക് ഒരു ശബരി ആവണ്ടേ? അതിനു വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ധന്യനായി വന്നേനഹം, ഞാൻ ധന്യയായി പുണ്യാതിരേകത്താൽ. നമ്മൾക്കും ആ പുണ്യം നമ്മൾ അനുഭവിക്കണം. നമുക്ക് ഫലവും പഴങ്ങളും കൊടുക്കണ്ട, പിന്നെ പാദപൂജ ചെയ്യേണ്ട. നമ്മുടെ മനസ്സുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. നമ്മുടെ മനസ്സാണ് നമ്മളത് ചെയ്തു. നമ്മൾ ആ ശബരി ചെയ്തതിനേക്കാളും ചിലപ്പോൾ നമ്മൾ ചെയ്ത് കാണും.
എനിക്ക് തോന്നുന്നു ശബരി കൊടുത്തതിനേക്കാൾ ഉപരി ഞാനാ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രമാത്രം അതിനേക്കാളും കൂടുതൽ അതൊക്കെ മേലെ ആകണം നമ്മൾ. അവർ കാര്യങ്ങളെല്ലാം അവിടെ ഫലമൂലകൾക്കടെ ഉണ്ട്, എല്ലാം ചെയ്ത് ജലം കൊണ്ട് ഭഗവാന്റെ പാദം തീർത്ഥം തീർത്ഥം അവർ സേവിച്ചു, അവർ ശിരസിൽ വഹിച്ചു, ഇരുത്തി, എല്ലാം പൂജയും ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ നമ്മളൊന്നും ചെയ്തില്ല, മനസ്സ് മാത്രം അവിടെ എത്തിക്കഴിഞ്ഞു. അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടുന്നത്. നമ്മൾ ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ്. എന്നോട് എന്നിട്ട് പറയുന്നു, എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം, ഈ ശബരിയുടെ ഗുരുഭൂതന്മാര്, അങ്ങനെയുള്ള മുനിമാരെന്ത് ചെയ്തു? നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടു വാണാൻ. ഭഗവാനായ ശ്രീരാമനെ ഒരുപാട് വർഷം ഈ ഗുരുക്കന്മാരെല്ലാം പൂജിച്ച് പ്രാർത്ഥിച്ച് അവിടെ തന്നെ അനേകായിരം വർഷം അവിടെ അനേകായിരം ആണ്ട് അവരവിടെ വാണ് കഴിഞ്ഞു. ഈ ശബരിയാണ് പറയുന്നത്. ഇത് ഗുരുക്കന്മാർ, ശബരിയുടെ ഗുരുക്കന്മാർ, ഗുരുഭൂതന്മാർ അനേകായിരം ആണ്ട് ഭഗവാനെയും പൂജിച്ച് അവിടെ വാണു. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നതു. അന്ന് എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഗുരുക്കന്മാരെ, ഒരു ശിഷ്യയായിട്ടിരിക്കുന്ന ആ ശബരി ഗുരുക്കന്മാരെ ശുശ്രൂഷ ചെയ്ത്, ഭഗവാനെ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഒരു ഭക്തന്, ഒരു ഗുരുവിന് ചെയ്യുന്നത്. അതാണ് ഭഗവാൻ എത്രയും ഭഗവാന്റെ ഭക്തന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഭക്തന് ചെയ്യുന്നതെല്ലാം പരമാത്മാവിന് ചെയ്യുന്നത് തുല്യമാണ്. അപ്പം നമ്മൾ എന്ത് വേണം? ഗുരുക്കന്മാരെ പൂജിക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതാ ഒരു ശിഷ്യൻ്റെ കടമ. അപ്പോൾ അന്ന് ഞാൻ അവരെയും ഈ ഗുരുക്കന്മാരെയെല്ലാം ശബരി ശുശ്രൂഷിച്ചിരുന്നത്. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവറുകളും അങ്ങനെ ശുശ്രൂഷ ചെയ്തിരുന്നിരുന്നത് ഗുരുക്കന്മാരെല്ലാം ബ്രഹ്മപദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ സ്ഥാനത്തേക്ക് അവർ അവരുടെ കാരണത്തിൽ, അവരുടെ മൂലത്തിൽ അവർ ചെന്നു. ഈ ഗുരുക്കന്മാർ എന്നോട് ചൊന്നാൽ അവരേതുമേ ഖേദിയാതെ, എന്നോട് എന്നിട്ട് അവർ പറഞ്ഞിട്ടാ പോയത്. എന്താ? നീ ഖേദിക്കണ്ട. കാരണം ഇവർ ശിഷ്യയാണ്, ഗുരുക്കന്മാർ അത്രത്തോളം ആയവരാണ്. അവർക്ക് എപ്പോഴും ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് സമയമായപ്പോൾ അവർ പോയി. അവർക്ക് നേരിട്ട് എപ്പോഴും കാണാം. അത്ര ദിവ്യന്മാരാണല്ലോ ഗുരുക്കന്മാർ. ഇവരോട് പറഞ്ഞു, നീ ഖേദിക്കണ്ട, ശിഷ്യയല്ലയോ ശബരി. അതുകൊണ്ട് എന്നോട് ചൊന്നാൽ ആ ഗുരുക്കന്മാർ പറഞ്ഞു, നീ ഖേദിയാതെ ധന്യേ, നീ ഖേദിക്കണ്ട ധന്യേ, നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം, നീ ഇവിടെ തന്നെ ഈ ശബരി ആശ്രമത്തിൽ തന്നെ നീ വസിച്ചു ഇരിക്കുള്ളൂ. അവർ ബ്രഹ്മപദം പ്രാപിച്ച് പോകുമ്പോൾ ഈ ഒരു ഉത്തരം കൊടുത്താൽ അവർ പോയത്, ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. നീ വിഷമിക്കണ്ട, നീ ഇവിടെ തന്നെ കഴിഞ്ഞോളൂ ധന്യേ. എന്നിട്ട് എന്ത് പറഞ്ഞു? പന്നകശായി പരൻപുരുഷൻ പരമാത്മാ വന്ന് അവതരിച്ചതു വധാർത്ഥമായി രാവണന് വധിക്കാനായി ഭഗവാൻ ഇവിടെ. പന്നകശായി ആരാ? ഭഗവാൻ നാരായണൻ. പന്നകം പാമ്പ്, ശേഷൻ അനന്തനെ ചുറ്റിയിരുന്ന ആ മെത്തയിൽ കിടക്കുന്ന ശയിക്കുന്ന ആളാണ് നാരായണൻ. ആ പന്നകശായി പരൻപുരുഷൻ നാരായണൻ എന്ത് വന്നു? പരമാത്മാവ് ഇവിടെ അവതരിച്ചിട്ടുണ്ട് പറഞ്ഞു. ഭഗവാൻ ആ ഗുരുക്കന്മാർ പറഞ്ഞു, നീ ഖേദിക്കണ്ട, ഭഗവാൻ പരമാത്മാവ് അവതരിച്ചിട്ടുണ്ട്. ആ പുരുഷൻ രാക്ഷസവധത്തിനായിട്ട് നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാൻ. ഏത് നമ്മെ? നമ്മളെ. നമ്മൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഈ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിക്കും. രാക്ഷസവധത്തിന് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് നമ്മെ രക്ഷിപ്പാൻ. അന്ന് ഉള്ളവരെ അല്ല, ഇന്നുള്ളവരെയും കൂടെ രക്ഷിക്കാനാ. അപ്പോൾ നമ്മെ എന്ന് പറയുമ്പോൾ ആരാ? നമ്മളെ. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പോൾ നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാൻ ഇപ്പോൾ ആ നിർമ്മലനായിരിക്കുന്ന നാരായണൻ ചിത്രകൂടത്തെങ്കിൽ വന്നിരിക്കുന്നു. ധന്യേ, നീ ഖേദിക്കണ്ട, നിനക്ക് അവരെ കാണാൻ പറ്റും. നീ അതിനുശേഷം ഇവിടേക്ക് വന്നാൽ മതി, മോക്ഷം പ്രാപിച്ച് വന്നാൽ മതി. ധന്യേ, നീ ഖേദിക്കാതിരിക്കൂ. ഭഗവാൻ പന്നകശായി പരമപുരുഷൻ നാരായണൻ അവതരിച്ചിട്ടുണ്ട് രാക്ഷസവധത്തിനായിട്ട്, നമ്മെയും രക്ഷിപ്പാനും. ധർമ്മം, അപ്പോൾ നമ്മളെ എന്തിനാ? ധർമ്മം, നീതി, ന്യായങ്ങളെല്ലാം ഇല്ലാതെ പോയി. അതെല്ലാം രക്ഷിപ്പാനും ഭക്തന്മാരെ നമ്മയൊക്കെ രക്ഷിപ്പാൻ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. അത് നീ വിഷമിക്കണ്ട. വന്നിടും ഇവിടേക്ക് രാഘവൻ എന്നാൽ അവൻ. അപ്പോൾ ഇവിടേക്ക് തന്നെ രാഘവൻ. ആരായി രാഘവൻ? ഭഗവാൻ നാരായണൻ. പന്നകശായി പരമപുരുഷനായിരിക്കുന്ന ആ ഭഗവാൻ നാരായണൻ അവതരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് തന്നെ വരും, നീ അവിടേക്ക് തിരക്കി പോകണ്ട, ഇവിടെ തന്നെ വരും. അതുകൊണ്ട് വന്നിടും ഇവിടേക്ക് രാഘവൻ. എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗം ചെയ്താലും നീ ഇവിടേക്ക് തന്നെ വരും. അപ്പോൾ നീ അവനെ കണ്ടിട്ട് നീ ദേഹത്യാഗം ചെയ്താൽ മതി എന്ന് നമ്മുടെ
നമുക്കാരാ ഇവിടെ ഒരു ഗുരുക്കന്മാരെ കാണൂ. ഒരു ഗുരു, ഒരു അമ്മ, ഒരു പിതാവ് സ്വന്തം മക്കളെ എങ്ങനെയാ ആ ഗുരുക്കന്മാരെ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന ആ പുണ്യവതിയായിരിക്കുന്ന ആ ശബരിയെ അവർ തള്ളിക്കളയൂ? നിനക്കും ഇവിടേക്ക് വരാം, ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്, നീ വിഷമിക്കണ്ട, നിനക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ബ്രഹ്മപദം പ്രാപിപ്പാൻ വരാം, ഇവിടെ തന്നെ വരും, ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്, നീ ഖേദിക്കാതിരിക്കൂ എന്ന് ആ ഗുരുക്കന്മാർ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ തന്നെയും കണ്ടു ദേഹത്യാഗം ചെയ്തു. അപ്പം ആ രാഘവന എന്നാൽ അവനെ കണ്ടു. അതാണ് ഇവിടെ വന്നീട് ഇവിടേക്ക് രാഘവൻ എന്നാൽ അവൻ തന്നെയും അവനെയും നീ കണ്ട് ദേഹത്യാഗം നിനക്ക്. അപ്പോൾ നിനക്ക് ദേഹത്യാഗം ചെയ്താലും നീ എന്നിട്ട് വന്നിടും എന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം. അങ്ങനെ ഭഗവാൻ ഇവിടെ വരുമ്പോൾ നിനക്ക് മോക്ഷം വരും. നീ അവനെ രാഘവൻ എന്നാൽ അവൻ തന്നെ ഇവിടെ നിന്നെ കാണുമ്പോൾ നീ ദേഹത്യാഗം ചെയ്ത് വന്നിടും എന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം. അപ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. ഗുരുവിൻ്റെ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന ഒരു ഭക്ത, ഒരു ശബരി തപസ്വിനിയാണ്. അപ്പോൾ ഗുരുക്കന്മാർക്ക് പോകേണ്ട സമയത്ത് പോകണ്ടേ? അതും അത്രത്തോളം ഈ ശബരി ഒന്നും കൂടെ വരാനുണ്ട്. അതുകൊണ്ട് മറ്റവർ പോകേണ്ട സമയത്ത് പോയി ബ്രഹ്മപദം പ്രാപിച്ചു. ഇതുപോലൊരു കാര്യം പറഞ്ഞു ഭഗവാൻ ഇവിടെ അവതരിച്ച് വരും, അപ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. അതുവരെ നീ ഇവിടെ ഇരുന്നു, നീ വിഷമിക്കണ്ട, ഒന്നുകൊണ്ടും ഭയക്കണ്ട, നീ നന്നായി സന്തോഷമായിട്ട് രാമദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നാൽ മതി എന്നാണ് ഗുരു ഉപദേശിച്ചിട്ട് പോയത്. ആ ഗുരു പോയെങ്കിലും പരമാത്മാവിൽ ലയിച്ചല്ലേ. ആ പരമാത്മാവ് നമ്മളെല്ലാം, നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ ഒരു യോഗീശ്വരനാണ്. അപ്പോൾ ആ അച്ഛന് ആ പരമാത്മാവിൽ പദം പ്രാപിച്ചാൽ അച്ഛൻ എന്ന് പറഞ്ഞ എല്ലാം പരമാത്മാവ് ഒന്നായി മാറി. ഞാനിവിടെ ദുഃഖിച്ചാൽ അച്ഛൻ അറിയും, ആ പരമാത്മാവ് അറിയും. നമുക്ക് വേണ്ടുന്നത് അവർ തരും. എനിക്ക് വേണ്ടുന്നത് ഇതൊക്കെയാണ്, ഇതെനിക്ക് അവിടുന്ന് കിട്ടും. ഞാനിവിടെ വിഷമിക്കാതിരുന്നാൽ മതി. പക്ഷേ എനിക്ക് സന്തോഷം കൊണ്ടാണ് എനിക്ക് കണ്ണുനീര് വരുന്നത്. ഞാനും അങ്ങനെ ബ്രഹ്മപദത്തിലെത്താനുള്ള ആ ഒരു ആനന്ദവും അതിന് വേണ്ട തയ്യാറെടുപ്പും എനിക്കും അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടുന്നത് അവർ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വന്നീടും ഇവിടേക്ക് രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ട് അവനെ ഭഗവാനെ കണ്ടിട്ട് നീ ദേഹത്യാഗം ചെയ്ത് നീ വന്നീടും എന്നാൽ മോക്ഷം നിനക്കെന്ത് നൂനം. വന്നിത് ഔവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. അപ്പോൾ അതിത്രയും പറഞ്ഞു പോയ വാക്ക് ഇപ്പോൾ സത്യമായി. ഭഗവാൻ വരുമെന്ന് പറഞ്ഞതനുസരിച്ച് ഇപ്പം തന്നെ രാമലക്ഷ്മണന്മാർ അവിടെ വന്നിത് ഔവണ്ണം തന്നെ ആ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചു. പരമാത്മാവായ നാരായണൻ അവതാരമെടുത്ത് രാമനായി ഇവിടെ വന്നു, രാഘവൻ ഇവിടെ വന്നു. എന്നിട്ട് ആ ഗുരുഭാഷിതം, ആ ഗുരുക്കന്മാരുടെ ആ ഭാഷിതം, ആ വചനം എന്തു വന്നു? സത്യമായി വന്നു. അതാണ് ഗുരുക്കന്മാരുടെ വാക്കുകൾ തെറ്റിപ്പോകത്തില്ല. അങ്ങനെ ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്ത് നിന്തിരുവടിയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. അപ്പോൾ ഗുരുവിൻ്റെ വാക്ക് വിശ്വസിച്ചു ആ ശബരി. അതുകൊണ്ട് ഭഗവാനെ തന്നെ ഗുരു പറഞ്ഞതുപോലെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് പാർത്തിരുന്ന് കാത്തുകാത്തിരുന്ന് ഭഗവാൻ വരാതിരിക്കൂ. കാത്തുകാത്തിരുന്ന നമുക്ക് ഒരിക്കലും നമ്മളെ ഭഗവാൻ ആഗ്രഹം സാധിപ്പിക്കാതിരിക്കുമോ? അതുകൊണ്ട് ഭഗവാനെയും കാത്ത് വരവും പാർത്ത് നിന്തിരുവടിയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരു ഭൂതന്മാരും താപസന്മാർക്ക് പോലും യോഗം വന്നില്ലല്ലോ. ഈ ഗുരുക്കന്മാർക്ക് നേരിട്ട് കാണാം, ഇങ്ങനെ എന്താ പറയുക, പ്രത്യക്ഷമായോ ദർശനത്തിലൂടെ അവർക്ക് കാണാം. പക്ഷേ ഈ ശബരിക്ക് എന്ത് വന്നു? ഭക്തി ഉള്ളതുകൊണ്ട് ഭഗവാനെ നേരിട്ട് പ്രത്യക്ഷമായി മുമ്പിൽ വന്നു. അത് ഈ മുനിമാർക്ക് കാണാൻ പറ്റും. അവർ പോയി ബ്രഹ്മപദം പ്രാപിച്ച് പോയി. അവർക്ക് ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരു ഭൂതന്മാരാം താപസന്മാർ, അവരുടെ മൽഗുരുഭൂതൻ, ഈ താപസിയുടെ ശബരിയുടെ ഗുരുക്കന്മാർക്ക് ഇതുപോലുള്ള ഈ ഒരു അനുഭവം ഭഗവാൻ നേരിട്ട് നിൽക്കുന്ന അനുഭവം കാണാൻ അവർക്ക് പോലും സാധിച്ചില്ല. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ ഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയാലുള്ള മൂഢജ്ഞാനിധി. അപ്പോൾ ഗുരുക്കന്മാരോട് ഇരിക്കുന്നു, ഈ ശബരി എവിടെ ഇരിക്കുന്നു? ജ്ഞാനമില്ലാതെ ഹീന, എന്താ, ഒരറിവില്ലാത്ത
മറ്റ് ഗുരുഭന്മാരൊക്കെ ശ്രേഷ്ഠരാണ്. ഇവരാണെങ്കിലോ ജ്ഞാനമില്ല, അറിവില്ല, ഹീനജാതി. അങ്ങനെയുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണി അല്ലയല്ലോ. ഈ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമായി കാണാനുള്ള യാതൊരു അവകാശവും ഈ ശബരിക്ക് ഇല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയണം. എനിക്കറിവില്ല, എനിക്ക് ശ്രേഷ്ഠമായ ഒരറിവുമില്ല, ഞാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടില്ല, അറിവില്ല, എനിക്ക് പ്രത്യക്ഷമായി ഞാൻ കണ്ടു, അപ്പോൾ സന്തോഷം കൂടത്തില്ലേ? അതുപോലെ ഓരോരുത്തരും ഈ സന്തോഷം അനുഭവിക്കണം. അപ്പോൾ ജ്ഞാനമില്ലാതെ ആ ശബരി പറയുന്ന പോലെ അപ്പോൾ ഞാനും ഉൾക്കൊള്ളണ്ടേ? എന്നെയും ഒരു വിവരവും ഇല്ലാത്ത എനിക്കും ഒരു ശ്രേഷ്ഠതയില്ലാത്ത ജാതിയിലും ബ്രാഹ്മണനല്ല, എനിക്കും ഭഗവാൻ പ്രത്യക്ഷമായി ഒരുപാട് ദർശനങ്ങൾ തന്നു. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഞാനും ശബരിയല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ പറയണ്ടേ? മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യം എനിക്ക് കിട്ടുമ്പോൾ ഞാനും അത് പറയണ്ടേ? എനിക്ക് 40 വയസ്സിൽ ഇതെല്ലാം കിട്ടി അനുഭവിച്ചതല്ലേ? പിന്നെ അന്ന് തൊട്ട് ഇന്നോളം യാതൊരു കുറവും ഇല്ല താനും. അപ്പോൾ അന്ന് അത്രത്തോളം ഈ ശബരിയേക്കാളും ഞാൻ വേദനിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ അത് എനിക്ക് കിട്ടുമ്പോൾ ഞാനും ഈ ശബരിയെ പോലെ പറയണ്ടേ? മറ്റാർക്കും കിട്ടാത്ത ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതി, ഒരറിവില്ലാത്ത മൂഢനാണ് ഞാൻ. ആ മൂഢ ഞാനിത് ഒട്ടും എനിക്ക് അധികാരം ഇതിനില്ലയല്ലോ, ഞാനിതിന് അർഹത ഉള്ളവളല്ല എന്ന് ശബരി പറയുന്നു. വാങ്മനോ വിഷയം അല്ലാതൊരു ഭവൽ രൂപം കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം. അപ്പോൾ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വാങ്മനോ വിഷയം അല്ലാതൊരു വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാനെ ആർക്കും വർണ്ണിക്കാനോ മനസ്സിലാക്കാനോ കഴിവില്ലാത്ത ഭഗവാൻ നാരായണനെ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടൊന്നും അറിയാൻ സാധിക്കത്തില്ല ഈശ്വരനെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ ഈ പ്രത്യക്ഷമായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം. അങ്ങനെ ശബരി പറയുന്നു. പിന്നീടോ തൃക്കഴലെണ്ണ കൂപ്പി ഭഗവാന്റെ ആ പാദം തൃക്കഴലെണ്ണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഈ ഉൾക്കമലത്തിൽ പോകാ ദയാനിധി. ഭഗവാന്റെ പാദം കൂപ്പി സ്തുതിക്കാനുള്ള അറിവ് പോലും ഇല്ലല്ലോ ദയാനിധേ. ഉൾക്കമലത്തിൽ പോകാ, എനിക്ക് അതും അറിയില്ലല്ലോ. ഭഗവാന്റെ പാദത്തിൽ കൂപ്പി ഞാൻ എന്ത് പറയണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അറിവ് പോലും എനിക്കില്ല ഭഗവാനി. രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നത് നീ വിഷമിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. ഭഗവാൻ പറഞ്ഞു. ഇത്രയും ആകുലപ്പെട്ട് അവർ പറഞ്ഞു, എനിക്ക് ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ വയ്യ, ഞാൻ എങ്ങനെ, അറിവില്ല, ജ്ഞാനമില്ല, ശ്രേഷ്ഠതയില്ല, നല്ല കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ, ആകുലം കൂടാതെ വിഷമിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളല്ല. ആശ്രമമോ പുരുഷനോ നാരിയോ അതായത് സ്ത്രീയോ, അതായത് പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളല്ല. കാരണം ഭഗവാനെ പ്രത്യക്ഷമാക്കാനുള്ള കാരണം സ്ത്രീയോ പുരുഷനോ ജാതിയോ ശ്രേഷ്ഠ കുടുംബമെന്നോ അങ്ങനെയുള്ള വലിയ വലിയ പിന്നെ ശ്രേഷ്ഠന്മാരുള്ള നാമങ്ങളൊന്നും അല്ല. പിന്നെ ഇതൊന്നും അല്ല കാരണം. മമ ഭജനത്തിന് ജഗത്രയെ, എൻ്റെ ഈ ലോകത്തിൽ മമ, ഭഗവാൻ പറഞ്ഞ മമ എന്നെ രാഘവനെ ഭജനത്തിന് ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. ഇതിനെ മക്കളെ നിങ്ങൾ ഭക്തി വർദ്ധിക്കൂ. വായിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ, നമ്മൾ ആനന്ദ നിർവൃതി അടയട്ടെ, നമ്മുടെ ഹൃദയം വിശുദ്ധമാകട്ടെ, നമ്മൾ കണ്ണുനീരൊഴുകട്ടെ. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങ് ഏറ്റഭാഗമ്പോൾ ഭഗവാൻ പ്രത്യക്ഷമാകും. ഒരിക്കൽ നിങ്ങൾ പക്ഷേ ഈ അനുഭവം നിങ്ങൾക്ക് ഈ ശബരി എങ്ങനെയാണു, അല്ലെങ്കിൽ ഇത് അനുഭവിച്ചറിയുന്നത് ആ ഒരു രുചി, ആ ആനന്ദം, ഇത് കിട്ടാൻ വേണ്ടി എത്രമാത്രം തപസ് ആ ശബരി ചെയ്തു. കണ്ണുനീരൊഴുകി പാർത്തിരുന്നു, നോക്കിയിരുന്നു. ഗുരുക്കന്മാർ പറഞ്ഞാൽ വിശ്വസിച്ചിരുന്നു, ഭഗവാൻ വരും എന്നുള്ള കാത്തിരുന്ന് വിശ്വസിക്കാതിരുന്നില്ല. അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു ഗുരുവോ ആരെങ്കിലും പറഞ്ഞു തന്നാൽ എന്തോരും 2 നേരം ഒന്ന് പ്രാർത്ഥിക്കുമോ, ഇതൊന്നും നടക്കാൻ പോകണമെന്നും അല്ല, ഇതൊക്കെ വെറുതെ എന്ന് പറയുന്നത് അവരവരുടെ പാട്ടിന് ഈ ലോകചിന്തയിലേക്ക് പോകും. പിന്നെ എങ്ങനെയാ മക്കളെ,
എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? എങ്ങനെ ഈശ്വരനെ കണ്ടു കിട്ടും? നമ്മളെ ഹൃദയം ഉറപ്പ് വരുത്തണ്ടേ? എനിക്ക് കിട്ടും കിട്ടും, എനിക്ക് പ്രത്യക്ഷമാകും, ഭഗവാൻ എനിക്ക് വന്നേ പറ്റൂ. ആ വേദന വരുമ്പോൾ ആർക്കാ കിട്ടാത്തത്? വേദനിക്കണം, നിലവിളിക്കണം, കരയണം, അങ്ങനെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളൊന്നുമല്ല കാരണം. ഇത് പ്രത്യക്ഷമാവാനുള്ള കാരണം ഇതൊന്നും അല്ല. ശബരി, നീ ഞാൻ പറഞ്ഞ കേൾക്കൂ. ഇത് മമ ഭജനത്തിനും ജഗത്രയെ ഭക്തി ഒന്നും ഒഴിഞ്ഞു മറ്റില്ല കാരണം ഇത്. ഭക്തി മാത്രം മതി. ഭഗവാനെ കാണാൻ ഭക്തി മാത്രം, ഒരു അറിവും വേണ്ട, ഒരു ജാതി നന്മ ശ്രേഷ്ഠത ഒന്നും വേണ്ട. ഭഗവാനോട് ഭക്തി ഉണ്ടോ അത് മാത്രം മതി. മുക്തി വന്നിടുവാനും ഇല്ല മറ്റ് ഏത് ഒന്നും. ഭക്തി വർഷ പിന്നെ മുക്തി വരുമല്ലോ, അവിടെ പിന്നെ യാതൊരു തടസ്സമല്ല. അതുകൊണ്ട് ഭക്തി മാത്രമാണ് കാരണം ഭഗവാനെ പ്രത്യക്ഷമാക്കാൻ. അതുകൊണ്ട് മുക്തി വന്നിടുവാനും ഇല്ല മറ്റ് ഏതും ഒന്നും. യാഗം ചെയ്തിട്ടോ, പുണ്യതീർത്ഥത്തിൽ മുങ്ങിയിട്ടോ, ഏത് അമ്പലത്തിൽ പോയിട്ടോ, ഏത് യാഗകർമ്മങ്ങളോ ഒന്നും ചെയ്താലൊന്നും ഈ പ്രത്യക്ഷമാകാൻ പറ്റത്തില്ല. നമുക്ക് ഭക്തിയും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, പ്രേമമാകുന്ന ഭക്തി അത്രത്തോളം. ഈ ഭക്തി എന്ന് പറയുന്നത് എല്ലാവരും പറയും ഭക്തി എനിക്കും ഉണ്ട്, പക്ഷേ ഇതൊന്നും ഭക്തി അല്ല. നമ്മൾ മാനാഭിമാനമില്ലാതെ ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശബരിയെ പോലെ ആകണം. എനിക്ക് തോന്നുന്നു ശബരിയേക്കാളും എനിക്കാണെന്ന്. അപ്പോൾ എനിക്ക് ഇന്ന് ഒരു മനുഷ്യരും ആരുടെ മുമ്പിൽ ഭഗവാനോടൊന്ന് തൊഴുവാൻ കൈ കൂപ്പാൻ പോലും നാണക്കേടാ, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ നാണക്കേടാ. എനിക്കിതിലൊന്നും നാണക്കേടില്ല. എനിക്ക് ഭഗവാന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കരയുന്നതിന് നാണക്കേടില്ല, എനിക്കിത് പറയാനും നാണക്കേടില്ല. എനിക്കിവിടെ എന്ത് ചെയ്തതിന് എനിക്ക് ഒരു നാണക്കേടുമില്ല. എനിക്കെൻ്റെ ഭഗവാനാ വലുത്, മറ്റെല്ലാം ചപ്പും ചവറുമാണ് എനിക്ക് മനുഷ്യരല്ല എൻ്റെ ഇഷ്ടം, എനിക്കെൻ്റെ ഭഗവാനാണ് ഇഷ്ടം. ഭഗവാന് വേണമെന്നാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അത് മതി. എനിക്ക് മറ്റു മനുഷ്യരുടെ നന്മകളും അവരുടെ ഗുണങ്ങളൊന്നും എനിക്ക് വേണ്ട. അവിടെ നന്ദിയും വേണ്ട, അവരുടെ സ്തുതിപ്പൊന്നും വേണ്ട. എന്ത് എന്നെ പറ്റി പറഞ്ഞാലോ എനിക്ക് അവിടെ എങ്ങും അല്ല. ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു, ഞാൻ എൻ്റെ ഈശ്വരനെ അറിയുന്നു, ആ ഭഗവാനിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ആ ഭഗവാന്റെ കർമ്മം ചെയ്യുന്നു. മറ്റുള്ളവർക്ക് വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്നിലുള്ള അറിവ് ഞാൻ ചെയ്തു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തീർത്ഥസ്നാനാദി തപോ ദാന വേദ അധ്യയനം ക്ഷേത്ര ഉപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല. തീർത്ഥം, സ്നാനം, അമ്പലത്തിലൊക്കെ പോയി കുളിച്ചൊഴുകുന്ന സ്നാനം. ആദി തപോദാനം, തപസ് എന്നുവെച്ചാൽ ഭക്തി ഇല്ലാത്ത തപസ് ചെയ്യും. വനത്തിലൊക്കെ പോയെങ്കിൽ ഇരിക്കും, ഒരുപാട് നാൾ തപസ് ചെയ്ത് പിന്നെ ചിലപ്പം ഭക്തി അവർക്ക് തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കാം. പക്ഷെ ഭഗവാന്റെ ഈശ്വര കാരുണ്യങ്ങളോ കരുണകളോ ഒന്നും കിട്ടാൻ പാടാ. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ കൊണ്ടോ വേദാധ്യയനം, ഇതൊക്കെ വേദങ്ങളെല്ലാം അധ്യയനം ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നാൽ ഒരുപാട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പഠിച്ച് നമുക്ക് വായിക്കാം. ഇതിപ്പോൾ ഞാൻ പഠിക്കാതെ വായിക്കുന്നു, അവരൊക്കെ മറ്റുള്ളവർ പഠിച്ച് വായിക്കുന്നു. ഇതിനേക്കാൾ ഭക്തി ഉണ്ടെങ്കിൽ പഠിക്കാതെ തന്നെ നമുക്ക് വായിച്ചാൽ മതി. ഭഗവാൻ നമുക്ക് തെറ്റുണ്ടെന്ന് ഒരു വിഷമവും ഇല്ല. ഇത് എങ്ങനെയോ ഞാൻ വായിച്ചോട്ടെ, എനിക്ക് എന്ത് തെറ്റോ വന്നോട്ടെ, പക്ഷെ ഞാനിവിടെ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ഭഗവാനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ അക്ഷരത്തിൽ ഞാൻ തോന്നുന്നു. പക്ഷെ കുറേയൊക്കെ മനസ്സിലാകുന്നു, കുറേയൊക്കെ തെറ്റായിരിക്കും. അതൊന്നും എനിക്കൊരു വിഷമമില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് എനിക്ക് അവിടെ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ മറ്റുള്ളവരെ കണ്ടല്ല, അവരല്ല എന്നെ നോക്കുന്നത്. എൻ്റെ ഉടയവനായ ഞാൻ എങ്ങനെ പോകണം, ഞാൻ എന്ത് ആയി തീരണമെന്ന് രാഘവൻ എന്ന് പറഞ്ഞാൽ അവരാ നോക്കുന്നത്. അവൻ കണ്ടോളും, അല്ലാതെ മറ്റാരുടെയും നമുക്ക് വേണ്ട മക്കളെ. നമുക്ക് ഭഗവാൻ മതി. നമ്മൾ തീർത്ഥസ്നാനാദി തപോദാന വേദ അധ്യയന ക്ഷേത്ര ഉപവാസം എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ക്ഷേത്രങ്ങളിൽ പോയാൽ നടക്കുമോ? ഇല്ല. സ്നാനവും തീർത്ഥം കിട്ടുമോ? ഇല്ല. വേദാധ്യയനം ചെയ്താലുണ്ടോ? ഇല്ല. ക്ഷേത്ര ഉപവാസ യാഗാദി അഖിലം, എന്ത് യാഗങ്ങളോ അഖിലം എന്തെല്ലാം ലോകത്തുണ്ടോ അതൊക്കെ ചെയ്താലും എന്ത് കർമ്മങ്ങളാലും ഒന്നിനാലും ഒരുത്തനും കണ്ടുകിട്ടുകയില്ല. കാണണമെങ്കിൽ ഭക്തനായിരിക്കണം. വെറും ഭക്തൻ എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ഉരുളക്കോ നിലവിളിയായിരിക്കണം. അങ്ങനെ ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റൂ. എല്ലാവരും പറയും ഒരിക്കലും നടക്കാത്ത സംഭവം, പക്ഷേ അങ്ങനെയല്ല. അത് കിട്ടാത്തവർക്ക് ഇല്ല എന്തോ പറയുമല്ലേ, കിട്ടാത്തവർക്ക് എന്തുകൊണ്ട് പുളിക്കുമെന്ന് അതുപോലെ ഒരു അവസ്ഥയാണ്. കിട്ടാത്തവർ എന്തോ ഒരിക്കലും നടക്കാത്തത്. അവരെ ഏറ്റവും വലിയ പുണ്യവാന്മാരും സ്നേഹമുള്ളവരും ഇതൊക്കെ ഒരുപാട് ശാസ്ത്രം പഠിച്ച് മിടുക്കരായിരിക്കും. ഞങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇതാണ് എല്ലാവരുടെയും മോഹം, മനസ്സിലിരിപ്പ്. അങ്ങനല്ല. നമ്മളെ മറ്റ് എല്ലാ
ഈ അകത്ത് നമ്മൾ പരിശുദ്ധമാണോ, ഹൃദയം എല്ലാം കൊണ്ട് ശുദ്ധമാണോ, ഭക്തിയുണ്ടോ, പിന്നെ എന്ത് പേടിക്കാനാ? അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ്. അങ്ങനെയുള്ള ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. എന്തുകൊണ്ട് കണ്ടുകൂടാ? നമുക്ക് വേണ്ടുമ്പം കാണാം. അല്ലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, നിറഞ്ഞു കവിഞ്ഞിരിക്കുക. അപ്പോൾ മറ്റൊന്നിനാലും ഒരുത്തനും കണ്ടു കിട്ടുകയില്ല. എന്നെ ഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ട് ഒരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിടുവാൻ ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. അപ്പോൾ നമുക്ക് മുക്തി വരണമെങ്കിൽ എന്തൊക്കെ വേണ്ട? ഈ മറ്റ് സാധനങ്ങളൊന്നും അല്ല. എന്താ? ഈ മറ്റൊന്നിനാലും കണ്ടു കിട്ടുകയില്ല എന്നെ ഭഗവാനെ ഭക്തി ഒഴിഞ്ഞ്, ഈശ്വരനുള്ള ഭക്തി ഇല്ലാതെ, ഒഴിഞ്ഞ അതില്ലാതെ ഒന്നുകൊണ്ടും ഒരു നാളും മറ്റ് ലോകത്ത് എന്തെല്ലാം കർമ്മങ്ങൾ, എന്തെല്ലാം ദാനോ അന്നദാനോ എന്തൊക്കെ നമ്മൾ ചെയ്യും, പക്ഷേ ഒന്നിനാലും ഒരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ ഉത്തമി. ഭക്തിയുള്ള സാധന വേണ്ടേ? ആ ഒരു സാധനം നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്തുകൊണ്ടും പ്രയോജനമുള്ളൂ. ഈ ഭക്തി ഇല്ലാതെ മറ്റെന്ത് നേടിയിട്ട് ഒരു കാര്യവും ഇല്ല. ഒരു ഭഗവാനെ അടുത്ത് നിൽക്കാനോ നമ്മൾ വളരെ വളരെ അകലെയാണ്. നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ അഹം ബ്രഹ്മമായി മാറണമെങ്കിൽ നമ്മൾ ഈ ഒരു ഭക്തി തന്നെ വേണം. അതാണ് ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലും. യേശുദേവൻ പറഞ്ഞു, പിതാവ് എന്നിലും ഞാൻ പിതാവിലും. ഞാൻ പറയുന്നു, ഈശ്വരൻ എന്നിലും ഞാൻ ഈശ്വരനിലും. ആ പരബ്രഹ്മം തന്നെയാണ് ഞാൻ. എന്നിൽ തന്നെയാണ് വസിക്കുന്നത്. ഞാൻ വെട്ടതൊട്ട് അങ്ങനെ ആരോടും പറയാത്തതാ. എനിക്കറിയാം എന്നിലുണ്ടെന്ന്. ജന്മന തന്നെ ഉണ്ട്. എൻ്റെ കയ്യിൽ മത്സ്യരേഖ, കാലിൻ്റെ വെള്ളയിൽ മത്സ്യരേഖ, താമര, ജാതകത്തിലുണ്ട് താമര തുടങ്ങിയ ചിഹ്നങ്ങൾ. പിന്നെ കർത്താവിനെ പ്രാർത്ഥിച്ചത് എന്തെന്ന് വെച്ചാൽ, അത് എൻ്റെ അജ്ഞാനം മാറാൻ എന്നെ ആ സമയത്ത് ഭഗവാൻ വിട്ടു. എൻ്റെ കൈയുടെ ഉള്ളം കയ്യിൽ നക്ഷത്രമുണ്ട്. അത് കർത്താവിൻ്റെയാണ് നക്ഷത്രം, സ്റ്റാർ. ഇങ്ങനെ എല്ലാ ചിഹ്നങ്ങളോട് കൂടി തന്നെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഭഗവാനോടുള്ള ഇത്രയും വാത്സല്യ സ്നേഹമൊക്കെ ഉണ്ടാവുന്നത്. ഞാനത് തുറന്നിപ്പോൾ പറഞ്ഞതാ. ഞാൻ ചില ഭക്തന്മാരോട് മക്കളോട് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ അത് പറഞ്ഞുകൂടല്ലോ. ഇപ്പം എനിക്കത് പറയേണ്ടി വന്നു. രണ്ട് പാദത്തിലും ഉള്ളം പാദത്തിലും മത്സ്യരേഖയുണ്ട്, കയ്യിലും അതുപോലെ തന്നെയാണ്. ഓരോരോ രേഖകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചെങ്കിൽ എന്തിനാ ഇതൊക്കെ നോക്കാം? ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോഴും രേഖാശാസ്ത്രം വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. എന്തിനാണെന്നറിയാമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാനെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ. ഇതെന്താ ഇങ്ങനെ വന്നത്? ഭഗവാനോട് ചേരാൻ, പരമാത്മാവിൽ ലയിക്കാൻ. ആ കർമ്മം ഉള്ളതുകൊണ്ടാണ് കയ്യിലങ്ങനെ വരുന്നത്, രേഖകൾ വരുന്നത്. എന്നുവെച്ചാൽ അവിടുത്തെ അംശമാണ്. അതുകൊണ്ടാണ് മക്കളെ. അതുകൊണ്ടല്ലേ അഹങ്കാരം ഇല്ലാത്തത്. ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും എന്താ നേടാൻ പറ്റാത്തത്? അവർക്കെല്ലാം ഉള്ളത്തിൽ നിന്ന് അഹങ്കാരം മാറത്തില്ല. ഭഗവാൻ എപ്പോഴും വിനയോട്ടുള്ള ആ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ വായിക്കുമ്പോൾ ഞാൻ ഒരുപാട് നേരം കരഞ്ഞാൽ വായിക്കുന്നത് കേൾക്കുമ്പോൾ എന്താ കാരണം? അങ്ങനെ എന്താ എല്ലാവരും ഇല്ലാത്ത? എവിടെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയൊക്കെ രേഖകൾ ഇങ്ങനെ കാണും, നമ്മൾ അറിയാത്തതാണ്. ഒരുപാട് പേർക്കാണ്, നല്ല നല്ല ഭക്തന്മാർക്കും ഇതുപോലെ ഭഗവാനുള്ള ചിന്തയും ആ സ്നേഹവും ഭക്തിയുള്ള നല്ല പാവപ്പെട്ടവരായാലും പണക്കാരായാലും ഭക്തന്മാരാണെങ്കിൽ അവർക്കുള്ളയും ഇതുപോലെ കാണും. അത് മനസ്സിലാക്കിക്കോ. ആരെങ്കിലും കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കോ, ഭഗവാൻ കൂടെ കാണുമെന്ന്. അതുകൊണ്ട് പറയുന്നു, ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിടുവാൻ ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ എന്തൊക്കെയാ? സജ്ജന സംഘം, പിന്നെ മൽക്കഥ ആലാപം. അപ്പോൾ എന്താ മൽക്കഥ? ഭഗവാന്റെ രാമ എന്നൊക്കെ നമ്മൾ ഭഗവാന്റെ പേര് പറയും. പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ പേര്, അതിൽ കൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ പേര് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോ ഈശ്വരൻ ഏകനാണ്. എന്നാൽ അനേക നാമങ്ങളുണ്ട് താനും, അനേക രൂപം എടുത്തതുകൊണ്ട് 1 കോടി കൊടുത്ത തിരുനാമം എല്ലാം ഭഗവാന്റെ. അതുകൊണ്ട് രാമമന്ത്രം കൊണ്ടും കൃഷ്ണ നാമം കൊണ്ടും നമ്മൾ എന്താ അതാണ് ഇവിടെ പറയുന്നത്. മൽക്കഥ ആലാപം, ഭഗവാനെ നന്നായി ആരാധിക്കണം, നാമം ചൊല്ലണം. ഞാൻ തന്നെ ശ്രീരാമനാമം ജീവനഗന്ധ ഇതൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ്. ഈ രാമായണം ഇപ്പോൾ 2 വർഷം കൊണ്ടല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ അതിന് മുന്നേ ഇതൊക്കെ ഞാൻ
ഇതൊക്കെ മുമ്പേ എഴുതിയ നാമങ്ങളാണ്. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിപ്പാ. എൻ്റെ ജോലി ഇതായിരുന്നു. വീട്ടിലെ ജോലിയെല്ലാം തീർന്നാൽ പിന്നെ എനിക്ക് ജോലി എന്താണ്? ഉറങ്ങുമ്പോഴും ഓരോ വരികൾ വരിക, എഴുതുക, അതങ്ങ് ആലപിക്കുക. ഒരു ഇരുട്ടിയ ഒരു 10 മണിയൊക്കെ ഇങ്ങനെ അങ്ങ് നാമം ചൊല്ലൊക്കെ, അതൊരു പ്രത്യേക ലഹരിയിലായിരുന്നു. അങ്ങനെയൊക്കെ അതാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലാതൊന്നും ഭക്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ ഇച്ചിരി അല്ല, ഇപ്പം 1 രൂപ കട്ടാലും 100 രൂപ കട്ടാലും കള്ളൻ എന്ന് പറയുന്നത് പോലെ അല്പഭക്തിയാലും ഭക്തി എന്നല്ലേ അതിന് പേര് പറയാം. പക്ഷേ ഇതൊരു മുങ്ങിച്ചാവുന്ന ഞാൻ പോലെ ഒരു മുങ്ങിച്ചാവാന്ന ഒരു വെപ്രാളമുണ്ട്. അത് അങ്ങനെ ഒരു ഭക്തിയാണ്. അതുകൊണ്ട് ഭഗവാനെ സമീപിക്കണമെങ്കിൽ, നമ്മളങ്ങനെ തത്വം അറിയണമെങ്കിൽ മുഖ്യ സാധനം എന്തൊക്കെ? സജ്ജന സംഗമം, നല്ല ഭക്തന്മാരുള്ള ചേർച്ച. അവർ പറയുന്ന നല്ല കാര്യങ്ങളാണ്, ഭക്തിപരമായ കാര്യങ്ങളാണ്, അത് കേൾക്കുക. അതാണ് സജ്ജന സംഗമം. അല്ലാതെ വേണ്ടാത്ത ചന്തപ്പെണ്ണങ്ങളൊക്കെ അങ്ങനെയൊന്നും അല്ല. ഭഗവാന്റെ കഥകളെ അവർ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആനന്ദമല്ലേ. അവിടെ സജ്ജന സംഗമം, മൽക്കഥ ആലാപം, ഭഗവാനെ ആരാധിക്കുക. പിന്നെയോ 2ാം സാധനം, അതായത് മറ്റുള്ളതിലൊക്കെ എനിക്ക് തോന്നുന്നു വൈരാഗ്യം. 2ാം സാധനം വൈരാഗ്യ. ഈശ്വരനെ തന്നെ മതി എന്നുള്ളൊരു വൈരാഗ്യം നമുക്ക് വേണം. മറ്റെല്ലാം ചിന്ത പോകാതെ. അതൊക്കെ ചപ്പും ചവറുമാണ് നമ്മൾ മനസ്സിലാക്കും. എന്താ? നമ്മുടെ ഉള്ളം എപ്പോഴും ഭഗവാന് വേണ്ടി വെമ്പുന്നതുകൊണ്ട്. അതുകൊണ്ട് 2ാം സാധനം. 3ാമതും മൽ ഗുണേരണം. പിന്നെ അതായത് എൻ്റെ ഗുണങ്ങളെ, ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക. ഇപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളെ ഞാൻ കീർത്തിക്കുന്നത് പോലെ എല്ലാവരും കീർത്തിക്കുക. ഇതൊക്കെ തന്നെ എന്നിലുള്ളത് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇതൊക്കെ തന്നെയാണ് ഭഗവാന് വേണ്ടുന്നത്. ഇത് നമുക്കങ്ങനെ ആവാൻ. മൽ ഗുണേരണം. പിന്നെ മൽ വചോ വ്യാഖ്യാതൃത്വം. അതായത് ഭഗവാന്റെ വാക്കുകൾ, ഭഗവാൻ എന്താ നമുക്കിവിടെ ഭൂമിയിൽ എന്ത് വാക്കുകളാണ് തന്നേക്കുന്നേ, അത് വ്യാഖ്യാനിക്കണം. അറിവുണ്ടെങ്കിൽ നമ്മളത് വ്യാഖ്യാനിക്കും. നമുക്ക് ഇപ്പം തന്നെ പല മക്കളും പറയും അമ്മ വിവരിച്ച് തന്നെ പറഞ്ഞു തരുന്നെന്ന്. അറിഞ്ഞിട്ടൊന്നുമല്ല, എന്തൊക്കെയോ വിവരിക്കുന്നു. അതൊക്കെ നമ്മൾ ജന്മന നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ തന്നെ തരുന്നതാ, അല്ല അതൊന്നും പഠിച്ചിട്ടൊന്നും അല്ല. അതുകൊണ്ട് ഭഗവാന്റെ വാക്കുകളെ ഭഗവാൻ അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലും. ആര് പറഞ്ഞു? കൃഷ്ണൻ പറഞ്ഞു. ആ വാക്ക് ഞാനിപ്പോൾ പറഞ്ഞെന്താ? ഇങ്ങനെ വ്യാഖ്യാനിക്കണം. അതുപോലുള്ളത് ഇതൊക്കെയാണ് ആവശ്യങ്ങൾ. എന്നിട്ട് പിന്നെന്താണ്? സമയം ഒരുപാട് പോയി മക്കൾ, എന്നാലും കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല, മക്കൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വ്യാഖ്യാനിക്കുക. പിന്നെ മൽ കുല ജാത ആചാര്യ ഉപാസന 5ാമത്. അപ്പോൾ 9 കാര്യങ്ങൾ. അതിലിപ്പോൾ 5ാമത്തെ മൽ കുലം. ഭഗവാന്റെ കുലം എന്താ പറയുക? അയോധ്യയിൽ അർക്കകുലം, സൂര്യകുലം. അവിടെ ജാതരായ ആചാര്യനുണ്ട്. ഭഗവാന്റെ കുലത്തിൽ ആചാര്യന്മാരുണ്ട്. ആചാര്യന്മാരെ ഉപാസന. അതാ ഒരു ഗുരുവിനെ അത്രത്തോളം ഉപാസന പ്രാർത്ഥിക്കണം. ഗുരുക്കന്മാരങ്ങനെയാണ്. ഭഗവാൻ വിഷ്ണു പരബ്രഹ്മമാണ്. അതായത് ഈ ഗുരുക്കന്മാർ ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ്, എല്ലാം ആണ്, പരബ്രഹ്മമാണ്. അപ്പോൾ എന്ത് വേണം? മൽക്കുല ജാത ആചാര്യ ഉപാസന 5ാമത്. ഗുരുക്കന്മാരെയും വന്ദിക്കണം. പുണ്യശീലത്വം, നല്ല ശീലമായിരിക്കണം, പുണ്യമായ ശീലമായിരിക്കണം. എന്താ പറയുക? എല്ലാ ജീവജാലങ്ങളോടൊക്കെ നമുക്ക് എന്താ വേണ്ട? പുണ്യമേ ചെയ്യാവൂ. നമ്മൾ പുണ്യമാകുന്ന ശീലം മാത്രമേ ആകാവൂ. ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ കരയെന്നറിയാമോ? ഇപ്പോഴല്ലേ ഇതെല്ലാം ഭാഗവത്തിലുണ്ടല്ലോ. ഇതിപ്പോൾ 2 വർഷമല്ലോ. ഞാനിത് 40 വയസ്സ് തൊട്ടേ ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം എന്നിലുണ്ടല്ലോ. ഇപ്പം ജഗദമ്മയും പറഞ്ഞു ഇതൊക്കെ ഞാനാണമ്മേ, ഇതൊക്കെ ഞാനാണമ്മ പറയുമ്പോൾ എന്താ, ഞാനിതൊക്കെ നിലവിളിക്കുകയും ചെയ്യുമായിരുന്നു. കരയെന്ന് പറയുന്നത് ഇതിനാ മക്കളെ. ഞാനിത് വായിക്കുമ്പോൾ ഉൾക്കൊള്ളുമ്പോൾ ഇത് ഞാനാണല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് കരയുന്നത് അതിനാ. അപ്പോൾ പുണ്യശീലത്വം. എൻ്റെ വീട്ടിലെ അംഗങ്ങൾക്ക് അപ്പോൾ ഞാൻ പുണ്യവതി അല്ലാതിരിക്കാം, പക്ഷെ ഭഗവാന്റെ മുമ്പിൽ ഞാൻ പുണ്യശീലം കാണും. കാരണം ഈ പുണ്യശീലവും അസുരൻ്റെ സ്വഭാവം, ദേവന്മാരുടെ സ്വഭാവം രണ്ടും രണ്ടാണ്. ദേവൻ്റെ സ്വഭാവം അസുരന്മാർക്ക് പിടിക്കത്തില്ല. അപ്പോൾ അവർക്ക് തോന്നും ഞാൻ ചെയ്തെല്ലാം തെറ്റാണെന്ന്. അവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. പക്ഷേ എനിക്കറിയാം എൻ്റെ മനസാക്ഷിക്ക് ഞാൻ എല്ലാം നന്മയെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഈ അസുരന്മാർ ചിന്തിക്കുന്നത് ദേവനോ അവൻ ദുഷ്ടനാന്ന് അവർ തിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ സംഭവം. അത് മാത്രം മനസ്സിലാക്കി. അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റായവരെല്ലാം നമ്മൾ എന്താ പറയുക, ഒന്നി അവർ അസുരൻ അല്ലെങ്കിൽ നമ്മൾ ദേവൻ, ഒന്നി നമ്മൾ അസുരൻ അവർ ദേവൻ. ഏത് രണ്ടും കൂടെ ചേരൂലല്ലോ. ദേവൻ ചെയ്ത് അസുരനും ചേരത്തില്ല, അസുരന്മാരുടെ സ്വഭാവം ദേവന്മാർക്കും ചേരത്തില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പുണ്യശീലത്തെ യമനിയമാദികളോട് എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് 6ാമതും. മുട്ടാതെ ഞാൻ ഒരു നേരം പോലും, അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് തന്നെ തുടങ്ങിയിട്ട് വയ്യെന്നോ ആവുമെന്നുള്ളതല്ല, എനിക്ക് മുടങ്ങാതെ ഇത് ചെയ്യണം. അത് റെഗുലറായിട്ട്, അത് കൃത്യനിഷ്ഠ പോലെ ഇതൊക്കെ എപ്പോഴെങ്കിലും ഒരു ദിവസം എപ്പോഴും ചെയ്തേ എനിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ അതൊക്കെ ശരിയല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം?
ഏത് സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ, അത് നമ്മൾ കറക്റ്റായിട്ട് ആ സമയത്ത് വേണ്ടി നോക്കി, ഈ ഭഗവാൻ എപ്പോൾ വരുള്ള പാർത്ത് ശബരി ഇരുന്ന പോലെ സമയം 5:30 ആയോ 5 മണിയായോ കുളിക്കാൻ സമയം കഴിഞ്ഞാൽ ഇതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കും. പാർത്തിരിക്കുന്ന വ്യക്തിക്കാണ് ഭഗവാൻ പ്രത്യക്ഷമാകുന്നത്. ഭഗവാനെ ആരാധിക്കാനും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ എടുക്കാനെല്ലാം നമ്മൾ സമയം പാർത്തിരിക്കുന്നത്. അയ്യോ സമയമായോ വിളക്കത്തെ, ഇങ്ങനെയുള്ള സമയം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്തി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശബരി ഇങ്ങനെ പാർത്ത് ഫലമൂലാദികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഭഗവാൻ എപ്പോഴാണ് വരുന്നത്, അതാണ് അവിടെ ഭക്തി. അതുകൊണ്ട് മുട്ടാതെ പൂജിക്കുക എന്നുള്ളത് 6ാമത്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വ്യക്തിക്കാണ് ഇവിടെ ഭഗവാന് സ്നേഹം ഭഗവാനോട് നമുക്കുണ്ടെന്നും ഭക്തിയുണ്ടെന്നും നമുക്ക് അറിയാൻ പറ്റും. സന്ധ്യ ആയാലും കുളിക്കാതെയും ജപിക്കാതെയും വിളക്കുകൾ ചിന്ത ഇല്ലാതിരിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് മക്കളെ ഭക്തി ഉണ്ടെന്ന് പറയുന്നത്? അങ്ങനെ ആരും എവിടെ ഇന്ന് ലോകത്തല്ല അങ്ങനെയായി. ചുരുക്കം 100-ൽ 10 പേരൊക്കെ കാണുന്ന സമയത്തിന് അയ്യോ ചിന്ത, വിളക്ക് കത്തിക്കുന്നതിന് എങ്ങനെയും കത്തിച്ച് നമ്മുടെ മനസ്സിന് നേരത്തെ കൂട്ടി വിളക്കത് സമയത്ത് ചെയ്യാനുള്ള ഒരു ധൃതിയും ഒരു മനസ്സിൽ ഒരു വെപ്രാളമൊക്കെ നമുക്ക് അതിനായിട്ട് ഒരുങ്ങുന്ന ചില 100-ൽ 10 കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കൃത്യനിഷ്ഠ പോലും അല്ലാത്തവരൊക്കെ എങ്ങനെയും അടിച്ച് ഇനി വിളക്ക് കത്തിക്കണമല്ലോ സമയമായല്ലേ, അത് അത്രയും സമയം കൂടെ അലച്ചുകൊണ്ടിരിക്കും. ആളുകളായിട്ട് വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചും അങ്ങനെയൊക്കെ ഇരുന്ന് കുളിക്കാൻ പോലും വയ്യാതെ ഇരുന്നിട്ട് എപ്പോഴെങ്കിലും 6-7 മണിയാകുമ്പോൾ കുളിക്കാൻ പോകും, പിന്നെ 8 മണിയാകുമ്പോൾ വിളക്കൊന്ന് കത്തിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ചില വീടുകളിൽ. നല്ല വീടുകളുണ്ട്, ഇല്ലെന്നല്ല, അവർക്ക് അതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് മുട്ടാതെ പൂജിക്കുന്നുള്ള 6ാമതും, മന്ത്രവും ഉപാസകത്വം 7ാമതും 8ാമത്. അപ്പം ഭഗവാന്റെ രാമ എന്നുള്ള മന്ത്രം അല്ലെങ്കിൽ കൃഷ്ണ എന്നുള്ള മന്ത്രം ഇതെല്ലാം എല്ലാം ശിവമയം, അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മം എന്ന് ചിന്തിക്കുന്നത് എല്ലാം ബ്രഹ്മമയമാണ്, ബ്രഹ്മമാണെല്ലാം. അതുകൊണ്ട് നമുക്ക് ബ്രഹ്മമെന്ന് പറയാം. എല്ലാം കാണുന്ന എല്ലാം ബ്രഹ്മമയം, എല്ലാം ശിവനെ എല്ലാം ശിവമയം, ഇതെല്ലാം ഏകമാണ്, ഏകാത്മാവ് തന്നെയാണ്. നമുക്ക് ഏത് രൂപത്തിലോ ചിന്തിക്കാം. അല്ലെങ്കിൽ കൃഷ്ണനാണോ, എല്ലാം കൃഷ്ണമയം. അതല്ല, എല്ലാം നാരായണമയം എന്നാണ് പേര്. എല്ലാ നാമങ്ങൾ പലതാണെങ്കിലും ആളൊന്നാണ്. പിന്നെ അതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും രാമമയമാണോ, ഭഗവാന്റെ ഈ കഥ വായിക്കുക, നമുക്ക് രാമൻ എന്നല്ലേ വരെ. അപ്പം എല്ലാം കാണുന്ന എല്ലാം രാമമയമായി കാണുക. ഇങ്ങനെ നമ്മൾ എന്ത് വേണം? അപ്പോൾ മന്ത്രവും ഉപാസകത്വം 7ാമത് 8ാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളണം നീ. ഇതെല്ലാം മനസ്സിലാക്കൂ. മംഗലശീലേ, നമ്മളൊരു മംഗലശീലെന്ന് നമ്മളെ ഭഗവാൻ വിളിക്കണം. നമ്മളും അങ്ങനെ ആകണം മക്കളെ. സമയം ഒരുപാട് 51 മിനിറ്റ്. മക്കളെ നിർത്തട്ടെ, എനിക്കിത് വായിച്ചിട്ട് മുഴുകുന്നില്ല. പക്ഷേ ഇതങ്ങോട്ട് ഇപ്പം നടക്കാത്ത കാര്യം, കാരണം സമയം ഇത്രയും പോകുന്ന ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് 6ാമതും, മന്ത്രോപാസകത്വം 8ാമതും മംഗലശീലയെ കേട്ട് ധരിച്ചു കൊള്ളണം നീ. നമുക്കിനി ബാക്കി 9 നാളെ ഇനി അടുത്ത ദിവസം പറയാം മക്കളെ. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഇത്ര നേരം ആരും നോക്കത്തില്ല, അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഇതെല്ലാം വായിക്കണം. ഇത് ഒടുക്കം പറയുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലല്ലോ, പകുതി ഇട്ടിട്ട് പോകരുത്, എല്ലാം അറിയണം. അതുകൊണ്ടാണ്. ഹരിവും